നമ്മുടെ ഗൈഡ് ഡെൻസിൽ നമ്മുടെ ജിറോങ് ബോർഡർ, ചൈനീസ് ബോർഡർ കടത്തി തന്നു. ഈ നടന്ന് റോഡ് ക്രോസ് ചെയ്യണതെല്ലാം നേപ്പാളി ലോക്കൽസ് ആട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു റോഡിന്റെ കണ്ടീഷൻ. നേപ്പാളിന്റെ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിലേക്കാണ് ഇപ്പം നമ്മൾ പോണത്. ജസ്റ്റ് ബോർഡർ കടന്നപ്പോഴേക്കും ടാറിങ്ങും ഇല്ല, ഒന്നുമില്ലാത്ത ഒരു റോഡായിട്ട് മാറി. ജിറോങ് ബോർഡർ മാത്രമേ ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓപ്പൺ ആയിട്ടുള്ളൂ ഇപ്പോൾ. ഇതാണ് ഇവിടുത്തെ തിരക്ക്. ഓക്കെ, ലെറ്റ് us go to the custom. ഇവിടെ ആരും ലൈനൊന്നും നിൽക്കൊന്നുമില്ല, എല്ലാവരും ഇടിച്ചു കയറി അങ്ങ് സ്റ്റാമ്പ് ചെയ്യിപ്പിക്കലാണ് പരിപാടി. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. ഇതെല്ലാം മൗണ്ട് കൈലാസ് വിസിറ്റ് ചെയ്ത ഇന്ത്യൻ ടൂറിസ്റ്റുകളാട്ടോ. ഇവർക്കെല്ലാം അമേരിക്കൻ ആൻഡ് കനേഡിയൻ സിറ്റിസൺഷിപ്പുകളാണ്. ഇതാണ് വഴി. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയായിരിക്കും കുറച്ച് വഴി. ഒരു ഇമിഗ്രേഷൻ കൗണ്ടർ മാത്രമേ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. സോ ഗവൺമെന്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഇംപ്രൂവ് ദ റോഡ് സൂൺ. No. Probably they are not seen this one before. So this is only border to China. Yeah. Any other border? Next border is Kodari border. Kudari border. Yes. That is a better road? Like same, just same. 60 years old border there. Oh, okay. Just like same. Okay. Not American. Earthquake after then all the close the border there. Yeah. Kukar one is this Yeah. one. Yeah. Now it's not open. No. It's closed. Yeah. 10 years ago. Yes. Oh God. Badka. 10 years ago they closed that border. Yeah. For tourists. Yeah, tourists. 2015 നേപ്പാളിലെ ഭൂകമ്പത്തിന് ശേഷം ആകെ ഈ ഒരു ബോർഡർ മാത്രമേ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൂ ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഈ കിടക്കുന്നതെല്ലാം ടാറ്റയുടെ ട്രക്കുകളാട്ടോ. ചൈനയിൽ പോയി വന്നിട്ട് ഉള്ള ടാറ്റയുടെ ട്രക്കുകളാണ് ഈ കിടക്കുന്നതെല്ലാം. റോഡ് വളരെ മോശമാട്ടോ. ഇതിലെ വണ്ടിയും കൊണ്ടൊക്കെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയാണ്. പ്രത്യേകിച്ച് മോട്ടോർ ഹോമൊക്കെ കൊണ്ടുവന്ന അതിന് വെയിറ്റ് കൂടുതലാണ്. This is for the diesel or petrol? This one petrol. Petrol? മോട്ടോർ ഹോമൊന്നും പോരില്ല. പോരും. ഇവിടെ അടി കൂട്ടി അവിടെ ഇതിലാണ് മോട്ടോർ ഹോം. ഇത് ഈ സമ്മറിൽ കുഴപ്പമില്ല. ഇത് ഇപ്പോൾ ഒരു മഴ പെയ്തിട്ടാ. ആരെ സമയത്ത് മഴ പെയ്തിട്ടില്ല. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ റോഡ് ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടോ. നേപ്പാളിൽ മൺസൂണാണ് ആ സമയത്ത്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അതുകൊണ്ട് ഇവർ പുവറായിട്ട് ആ റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണത് തന്നെ. നേപ്പാളിലെ ആൾക്കാർക്ക് ഓഫ് റോഡ് ചെയ്യാൻ വേറെ എങ്ങും പോണ്ട, അവരുടെ റോഡിൽ തന്നെ ഓഫ് റോഡ് ചെയ്യാം. ഇതേ സെയിം കാലാവസ്ഥയാണ് ഈ ബോർഡറിന് അപ്പുറത്ത് ചൈനയുടെ ടിബറ്റിലുള്ളത്. പക്ഷേ അവർ നല്ല രീതിയിലൊക്കെ റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫണ്ടിൻ്റെ കുറവാണോ അല്ലെങ്കിൽ ഒക്കെ അടിച്ചു മാറ്റിയിട്ട് പോകണമാണോ എന്നറിയില്ല. റോഡൊക്കെ ഇങ്ങനെ കിടക്കണേ. പക്ഷെ ആർക്കും ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു പ്രതിഷേധമോ വാഴനടലോ ഒന്നുമില്ല. ഇതാണ് നേപ്പാളി ബോർഡർ റോഡ്. വെരി പുവർ കണ്ടീഷനാണ്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നല്ല ഒരുവിധം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ ഓക്കെ. ഇവിടെ ഇവർ ഓടിക്കുന്നത് ബൊലീറോ, ടാറ്റ സുമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രക്കുകളൊക്കെയാണ് ഓടിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ മാരുതി 800 പോലത്തെ വണ്ടികളൊന്നും ഈ വഴിക്ക് വരില്ല, കൊണ്ടുവരാറില്ല ഇവരാരും. ഇത് ഒരു 30 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനത്തെ പുവർ കണ്ടീഷൻ റോഡ്. അപ്പോൾ ഇന്നും നാളെയും നമ്മൾ ഇതിനകത്തൊക്കെ അവിടെ കിടന്ന് ഓടുന്നത് ഇങ്ങനത്തെ വഴിക്കായിരിക്കും. മോട്ടോർ ഹോമൊക്കെ കൊണ്ടുവന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഏതാണ്ട് 140 സെൻറ്റിമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ അത്. അപ്പോൾ വലിയ പാടായിരിക്കും. അതിൻ്റെ വാട്ടർ ടാങ്കൊക്കെ ലീക്കാവും.
ഇവിടെ മറ്റൊരു ബോർഡർ ഉണ്ട്, അത് ഇപ്പൊ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് പാസഞ്ചേഴ്സിന് വേണ്ടിയില്ല. അത് എർത്ത് ക്വേക്കിന് ശേഷം ആ സാധനം നന്നാക്കിയിട്ടില്ല എന്ന് പറഞ്ഞത്. അതിലെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അപ്പോൾ ആ കോറിഡോർ ഉപയോഗിക്കണുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ബോർഡറാണ് മെയിനായിട്ട്. മറ്റേ സാധനം ഇട്ടിട്ട് ഓടിച്ചാൽ മതി, അല്ലെങ്കിൽ വണ്ടി ചിലപ്പോൾ സ്ലിപ്പാവും. ലോറി കയറി ഉഴുത് മറിച്ചിട്ടൊക്കെ രാജ്യത്തിൻ്റെ റോഡാണ്. ഒരു ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ആ രാജ്യത്തിൻ്റെ ക്യാപിറ്റലിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. അതൊക്കെ അതൊക്കെ പോയി മതി. ചിന്തിക്കേ വേണ്ട, ഒരു ചിന്തയിൽ പോലും വേണ്ട. വാനാണെങ്കിൽ പിന്നെ ഒരു ഉണ്ട്, എന്നാലും അതിന് 2 വീൽ ഡ്രൈവല്ലേ ഉള്ളൂ. പണി കിട്ടും. ഇവിടെ ഇതാണ് നേപ്പാളിലെ ഹൈവേ. ഒരു സൈഡിൽ വലിയൊരു തോട, തൃശ്ശൂലി റിവറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ താഴെ ഒരു ഡാമും ഉണ്ട്. അവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട്. കൈലാസം കാണാൻ പോയ പിൽഗ്രിംസിനെ കൊണ്ടുവരുന്ന സ്കോർപിയോകളാണ് ഈ പോകുന്നത്. ഇവിടെ സ്കോർപിയോ ആണ് മെയിനായിട്ട് സർവീസ് നടത്തുന്നത്. നമ്മുടെ വണ്ടിയാണ് ആ പുറകിലൂടെ പതുക്കെ വരണത്. കാരണം ഈ സ്കോർപിയോ അവർ ചവിട്ടി പൊളിച്ച് ഓടിക്കാൻ പോണത്. അതുപോലെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. വലിയ പാടായിരിക്കും ഇതിലെ വണ്ടി കൊണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവര് സ്കോർപിയോ ഒക്കെയാണ് ഓടിക്കുന്നത്, പഴയ സ്കോർപിയോ, ബൊലീറോ, അങ്ങനത്തെ വണ്ടികളൊക്കെ. അവിടുന്ന് ടൂറിസ്റ്റുകൾ എടുത്തോണ്ട് വരണതാ ബോർഡറിൽ നിന്ന്. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ടൂറിസ്റ്റുകൾ അവര് കൈലാസം കാണാനായിട്ട് പോണതാ. ഓരോ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് ഓരോ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിലേക്ക് പോയ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു റോഡിനെയും നമ്മൾ കുറ്റം പറയില്ല. ക്യാമറ പിടിക്കാൻ പറ്റില്ല. ഇവിടെ പണ്ടെങ്ങോ ടാറിട്ടായിരുന്നു. ഇവിടെ ടാറിൻ്റെ ചില അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും. അത് നമ്മുടെ നാട്ടിലെ ടാറിങ് മാതിരി ഹാർഡ് കോറൊന്നും അധികം ഇല്ലാണ്ടേ മേലക്കോടെ അങ്ങ് ടാറിട്ട് പോണോണ്ടാണ് ഈ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഒലിച്ച് താഴേക്ക് പോണത്. ഒരു വണ്ടി ആ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒതുക്കി കൊടുക്കണം, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല. ടാറ്റയുടെ ഒരു ട്രക്ക് ചൈനീസ് ബോർഡറിലേക്ക് പോണതാണ്, മംഗോളിയൻ എക്സ്പ്രസ്. അപ്പോൾ നമുക്ക് പോവാം. 2 ട്രക്കിനെ കടത്തി വിട്ട്. ഇതിലെ ഒരു സെഡാൻ കാറുകൾ ഒന്നും കണ്ടില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ 4 വീൽ ഡ്രൈവ് വണ്ടികളൊക്കെയാണ് കാണുന്നത്. നമ്മൾ പോകണോണ്ട് ട്രക്കുകൾ അവിടെ നിർത്തിത്തരും. മോട്ടോർ ഹോമൊക്കെ കൊണ്ടുവരുന്നവർ ലാവോസ് വഴി വരാണെങ്കിൽ ബെറ്റർ റോഡായിരിക്കും. അതൊക്കെ റിസർച്ച് ചെയ്തിട്ട് വന്നാൽ മതി. കാരണം ഇതേപോലെ കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. എത്ര വാടക ഒരേ 4 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഒരു ടയർ പോയി കിട്ടുമല്ലോ. റീസോളിങ് ആയിരിക്കും ടയറൊക്കെ. സ്കോർപിയോകളേ ഉള്ളൂ ഈ വഴിക്ക്. നമ്മുടെ നാട്ടിലെ സ്കോർപിയോ ആൾക്കാർ ഔട്ട്ഡേറ്റഡ് ആയെന്നും പറഞ്ഞു
ആരും ഇപ്പം അങ്ങനെ പേടിക്കണില്ല. പക്ഷെ ഇവരുടെയൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ വണ്ടികളാണ്. ഭയങ്കര ഓവർടേക്കിങ്. പുള്ളിയുടെ വണ്ടി അതേപോലെ തന്നെയല്ലേ, കൂടൊക്കെ ഞളങ്ങി ആ സൈഡിലേക്ക്. എൻ്റെ പൊന്നെ, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഓവർടേക്കിങ്. ഇതേ പോണ എന്താണ് പിടി. ഇവിടെ ഇത്തിരി ട്രാവലിംഗ് സിക്നെസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ വൊമിറ്റ് ചെയ്യില്ലേ. കറക്റ്റാ 100 കിലോമീറ്റർ 10 മണിക്കൂർ എടുത്തു. മേലെ കൂടെ ഒരു ബ്രിഡ്ജുണ്ട്. സ്കോർപ്പിയോ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. 6 സ്കോർപ്പിയോ നമ്മുടെ ഫ്രണ്ടിലുണ്ട്, 2 എണ്ണം ബാക്കിലുണ്ട്. വണ്ടി ബുക്ക് നിർത്തിയിട്ട് സസ്പെൻഷനൊക്കെ പൊക്കിയിട്ടാണ് പോണത്. ഇതാണ് നേപ്പാളിലെ ഹൈവേയുടെ സിറ്റുവേഷൻ. H02 ഹൈവേ ആണ്. നമ്മൾ കാഠ്മണ്ഡു ടച്ച് ചെയ്യാതെയാണ് പോണേ. കാഠ്മണ്ഡുവിലേക്കും ഈ വഴി കൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ, പക്ഷെ കാഠ്മണ്ഡു നമ്മൾ ടച്ച് ചെയ്യണില്ലെന്ന്. നേപ്പാളി ബോർഡർ അങ്ങ് കടന്നപ്പോഴേക്കും വാട്സാപ്പ്, ഗൂഗിള് എല്ലാം കിട്ടും കേട്ടോ. ഫസാങ് ലാങ്മു ഹൈവേ ആണ് ഈ കാണുന്നത്. ഇതുപോലെ നമുക്ക് ഒരു റോഡ് കിട്ടിയത് കസാക്കിസ്ഥാനിലാണ്. കസാക്കിസ്ഥാനിലെ അക്ടോബെ എന്ന് പറയുന്ന സിറ്റി ടച്ച് ചെയ്യാതെ നമ്മൾ കുറച്ച് ഡൈവേർഷൻ എടുത്തത്. അതൊരു വലിയ ഹൈവേ ആയിട്ടൊക്കെ കാണിച്ചത്, പക്ഷേ റോഡ് കണ്ടീഷനൊക്കെ ഇതേപോലെ തന്നെയായിരുന്നു. ഈ മലയിടിച്ചിലാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ മലയൊക്കെ ഇടിഞ്ഞ് ഈ റോഡിലേക്ക് കല്ലൊക്കെ വന്ന് വീഴും. പിന്നെ അവരത് ആ തോട്ടിലേക്ക് തട്ടിയിടും. അങ്ങനെയാണ് റോഡ് ഇവിടെ നടക്കുന്നത്. സൈഡിൽ കല്ല്. ചൈന നേപ്പാളിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും റോട്ടിലൊന്നും കാണാനില്ല. എല്ലാം കാഠ്മണ്ഡുവിലായിരിക്കും. മോർ ദാൻ 50% നേപ്പാളിൻ്റെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ചൈനയാന്ന് പറയുന്നത്. എന്നിട്ട് ഒന്നും ഇവിടെ റോട്ടിലൊന്നും കാണാനില്ല. കറപ്ഷനായിരിക്കും മെയിൻ റീസൺ ഇങ്ങനെ റോഡൊക്കെ കിടക്കാൻ കാരണം തൊട്ടപ്പുറത്ത് ഇതേ സെയിം വെതർ കണ്ടീഷനുള്ള ചൈനയുടെ റോഡുകളൊക്കെ കാണണം, ഒരു പ്രശ്നവുമില്ല.
ജാതി കുഴികളാണ് ഇവിടെ. നേപ്പാളിന്റെ മലനിരകൾ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഈ ഒരു മലയിൽ നിന്ന് കയറി വേറെ മലയിലേക്ക് ഇറങ്ങുന്നതാണ് ഈ കുന്നും കയറ്റി കാണുന്നത്. റോഡ് പണി നടക്കുന്നുണ്ട്. അവിടുന്ന് ജസ്റ്റ് കല്ലും മണ്ണും കോരി ഇങ്ങോട്ടിടും. ഓ ടയറ് നല്ല പോയി കിട്ടും. ടയറും സസ്പെൻഷനും പോകും. നേപ്പാൾ ആകെ 200 കിലോമീറ്റർ വിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ആകെ 100 കിലോമീറ്ററാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. പാലം ടൗണിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടം വരെ എത്തണം. ഒരു 8 മണിക്കൂറെങ്കിലും എടുക്കും അവിടെ എത്താനായിട്ട്. 100 കിലോമീറ്റർ പോകാനാണ് 8 മണിക്കൂർ എടുക്കുന്നത്. സമ്മറിൽ ഈ റോഡിൽ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും പൊടി മാത്രമേ കാണുള്ളൂ. പിന്നെ കുഴിയൊക്കെ ഇവർ നികത്തി കാണും എന്ന് വിചാരിക്കാം. ഇവിടുന്ന് മേലേന്ന് ഇടിയുന്ന മണ്ണാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. പിന്നെ മഴയുണ്ട്. ഓപ്പോസിറ്റ് ബസ് വരുന്നുണ്ട്. അപ്പോൾ അവരെ കടത്തി വിടാനാണ് എല്ലാവരും ഇറങ്ങി സൈഡൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഒരു സൈഡിൽ വളരെ ആഴമുള്ള ഒരു ഏരിയയാണ്. ഇതിനിടയ്ക്ക് ഓവർടേക്ക് ചെയ്ത് വന്ന വീരന്മാർ ആണ് ഈ പ്രശ്നങ്ങൾ മുഴുക്കുണ്ടാക്കണത്. ആരും ക്യൂലൊന്നും നിൽക്കില്ല ഇവിടെ. ഒരുവിധം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഓടിച്ചങ്ങ് പോവാം. അല്ലെങ്കിൽ ഒരു ഓർഡിനറി കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ സമ്മറിൽ പോകണതായിരിക്കും ബെറ്റർ. ഇതിപ്പോൾ ഒരു മൗണ്ടൻ്റെ ടോപ്പിലെ ഹൈവേ ആയതുകൊണ്ടാണ് ഈ ഇങ്ങനെ കോട വന്ന് നിൽക്കുന്നത്. വിസിബിലിറ്റിയും പോറാണ്. ലാൻഡ് സ്ലൈഡാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഈ മല ഇടിഞ്ഞു കഴിഞ്ഞാൽ അത് റോട്ടിൽ വീഴും. പിന്നെ അത് റോട്ടിൽ നിന്ന് ആ താഴേക്ക് അവർ തട്ടിയിടും. പിന്നെയും അവർ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. മോട്ടോർ ഹോമൊക്കെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നവർ ഒരു ട്രക്ക് ഹയർ ചെയ്യാനും കൂടി ഉദ്ദേശിച്ച് വരണം. അപ്പോൾ നമുക്ക് ആ മോട്ടോർ ഹോം ആ ട്രക്കിൽ കയറ്റി വെച്ചിട്ട് ഇതിലേ കൊണ്ടുപോകാം. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിലെ കയറി വരാൻ വലിയ പാടായിരിക്കും. ഒരു ടോയിങ് ട്രക്കാണ് നമുക്ക് ആവശ്യം ഇവിടെ.
നമ്മൾ ആ മലയിൽ നിന്നാണ് ഇറങ്ങി വന്നത്, ഇതിലേക്ക് കയറി. അങ്ങനെ 35 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ റാസുവ എന്ന് പറഞ്ഞ ഈ ടൗണിലെത്തി. ഈ റാസുവ ടൗണിലും പോലീസ് ചെക്ക് പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫോറസ്റ്റ് ചെക്ക് പോയിന്റ് ഉണ്ട്, മിലിറ്ററി ചെക്ക് പോയിന്റ് ഉണ്ട്. അവിടെയൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അതേപോലെ തന്നെ ചൈനീസ് ബോർഡറിലും വീഡിയോ എടുക്കാനായിട്ട് ഒരു നിർവാഹവും ഇല്ല. വീഡിയോ എടുക്കുന്നത് അവരുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ഫുട്ടേജ് വരെ അവർ വാങ്ങിച്ച് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയും. ഫസ്റ്റ് നേപ്പാളി ടൗണ്. ഇവിടെ നിന്ന് സ്ഥലം പറ്റിപ്പോയി. നമ്മൾ സൈഡ് കൊടുക്കാനായിട്ട് നിന്ന സ്ഥലം ശരിയായില്ല. ഈ ലോറിയും ബസ്സും ഒക്കെ ഇങ്ങനെ ചെരിഞ്ഞാണ് ഇങ്ങോട്ട് പോണത് തന്നെ. ഇവിടുന്ന് മേലെ നിന്നൊക്കെ മണ്ണ് ഇങ്ങോട്ട് പോന്നിട്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇതിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല റോഡൊക്കെ വന്നിട്ടുണ്ടാവും. കാരണം ചൈനീസ് ഹെൽപ്പ് ഒരുപാട് ഇവർക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയും ഹെൽപ്പ് ചെയ്യുമല്ലോ നേപ്പാളിന്. മിക്കവാറും ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ഇവിടുത്തെ റോഡൊക്കെ ഒന്ന് ബെറ്റർ ആവുമായിരിക്കും. ഈ നേപ്പാളിൽ 6 ബോർഡർ ക്രോസിംഗ് ഉണ്ടെങ്കിലും അതിൽ ആകെ 3 എണ്ണേ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായുള്ളൂ. ഇതേമാതിരിയാണ് മേലേന്ന് മണ്ണിടിഞ്ഞിങ്ങോട്ട് പോരും. അന്ന് കോരി മാറ്റിയൊന്ന് വൃത്തിയാക്കാൻ അങ്ങനത്തെ പറയുന്നില്ല. ആദ്യം കൂടെ ഓടിച്ചോളാൻ പറയുമ്പോൾ നല്ല റോഡായിരുന്നു ഇത്. ഒക്കെ പോയതാ. മഴ പെയ്ത ഒന്ന് വലിച്ചാ പോയി. പിന്നെ മെയിൻ്റനൻസ് ഇല്ല. ഫണ്ടും കൂടി വേണേ. കൃഷിയൊക്കെ ചെയ്യണത് ഇതേമാതിരി തട്ടായിട്ട് തിരിച്ച് ആൾക്കാർ ആ മലയുടെ മേലെയൊക്കെ തട്ടായിട്ട് തിരിച്ച് വരും. നേപ്പാളിലെ കൃഷിപ്പണിയാണത്. ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടങ്ങളാക്കിയിട്ടാണ് അവർ കൃഷി ചെയ്യണത്. ഈ എർത്ത് ക്വേക്കിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരെണ്ണം മാത്രം, ഈ ജിറോങ് ബോർഡർ മാത്രം ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ ബ്രേക്കിന് നിർത്തിയതാണ്. ഇതിപ്പോൾ നേപ്പാളിൻ്റെ ഹാഫ് വേ വന്നു. ഇനിയിപ്പോൾ ഈ ഒരു ഹൈവേയും കൂടിയും കടന്നു കഴിഞ്ഞാൽ നമ്മൾ ബോർഡറിലെത്തും. അത് ഗോരഖ്പൂരിലേക്കുള്ള വഴിയിലാണ്. ഇതാണ് നേപ്പാളിൻ്റെ ഒരു വ്യൂ. ഉണ്ടല്ലേ അവിടെ ചെറിയ വീടുകളൊക്കെ. ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് വീടുകൾ വയ്ക്കാനായിട്ട്. ഇതാണ് നേപ്പാളിൻ്റെ മിഡിൽ ഓഫ് ദ നേപ്പാളാട്ടോ ഇപ്പോൾ നമ്മളുള്ളത്. ഉണ്ടോ ഇവിടെ ഇങ്ങനെ ചെറിയ വീടുകളാണ് എല്ലായിടത്തും. മലയുടെ മേലെ വരെ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ മല ഇടിഞ്ഞ സ്ഥലങ്ങളെല്ലാം മനുഷ്യൻ കൈവച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. കണ്ടോ ഇവിടെ ഇങ്ങനെ കുറേ ഫ്ലാറ്റുകളുണ്ട്. അതൊരു ടൗണാണ്. നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നേ. അവിടെ നിന്നല്ല നമ്മൾ ഫുഡ് കഴിച്ചത്. അവിടെ കുറേ ബാങ്കുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ATM പൈസ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ബാങ്കുകളുണ്ട്, ഹോട്ടലുകളുണ്ട്. അവിടെ നല്ല വഴിയായിരുന്നു. ആ മലകൾ അങ്ങ് ബാക്കിൽ കാണുന്ന ആ മലകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ആ 2 മല കയറി 2 മല ഇറങ്ങി. അങ്ങനെ ഇറങ്ങി വരാനായിട്ട് കുറേ സമയം എടുത്തു. 60 കിലോമീറ്റർ അല്ലേ? എത്ര കിലോമീറ്റർ വന്നു? 40 കിലോമീറ്റർ ഓടാനായിട്ട് 6 മണിക്കൂർ. അത് തന്നെ, അത്രയും സമയം എടുക്കും. ഇതാണ് വീടുകൾ. ഇത് മലയുടെ മേലെ ഇങ്ങനെ ഇരിക്കണേ. അത് കഴിഞ്ഞിട്ട് അവർ അവിടെ കുറേ കൃഷിപ്പണികളൊക്കെ ചെയ്തിട്ട് മണ്ണിൻ്റെ പിടി വിടും. അതുകൊണ്ടാണ് ഇവിടെ ലാൻഡ് സ്ലൈഡ് മെയിനായിട്ടുണ്ടാവണേ. എന്നിട്ട് ഈ റോട്ടിലേക്ക് വന്ന് വീഴും. പിന്നെ റോഡും പോവും. ഇവിടെ ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ട്. ഈ താഴെ റോഡാണ്. ഇവിടെ കണ്ട ലാൻഡ് സ്ലൈഡ്
ഇടിഞ്ഞു പോയിക്കണോ. ഭാഗ്യം കൊണ്ടാണ് ഈ റോഡ് പോവാഞ്ഞത്. അതേമാതിരി ഇവിടെ ഫുള്ള് ഇങ്ങനെ കിടക്കണേ. ഇതൊരു മല വെട്ടി ഉണ്ടാക്കിയേക്കണ റോഡാണേ. താഴെ വീടുകളുണ്ട്. അതെ, ഈ റോഡിൻ്റെ പകുതി പോയി കിടക്കാ. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വിട്ടുപോവും, പിന്നെ ഒരു പിടിയും കിട്ടില്ല. അങ്ങനെ നമ്മൾ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മലകളൊക്കെ. ഇവിടെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാണ്ടാണ് ബിൽഡിങ്ങുകൾക്ക് പ്ലാനിങ് പെർമിഷൻ. നമ്മൾ കയറി വന്ന മലയുടെ താഴ്വാരാണ് ഈ കാണുന്നത്. ഇങ്ങനെ കിടക്കണം മല. എല്ലാ മലയുടെ മേലെയും അവർ വീട് വെച്ചിട്ടുണ്ട്. ഫോക്കസ് ചെയ്ത് കണ്ടിട്ടായിരിക്കും. കണ്ടോ, ഇവിടെയൊക്കെ വീടുകളാണ്. അതുകൊണ്ടാണ് ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവണം മെയിനായിട്ട്. ഇപ്പം നമ്മൾ ഒരു ഡൈവേർഷൻ എടുത്ത് ത്രിഭുവൻ ഹൈവേയിലേക്ക് കയറിട്ടോ. ഇനി കുറച്ച് ബെറ്റർ റോഡായിരിക്കും എന്ന് വിചാരിക്കാം. നമ്മുടെ റെസ്റ്റിംഗ് ഏരിയ ആയിട്ടുള്ള പോലാങ് ടൗണിലേക്ക് അധികം ദൂരവും ഇല്ല. ആടിനെയൊക്കെ നോക്കി നിൽക്കണതാണ്. താഴേന്നാ നമ്മൾ ഫുഡ് കഴിച്ചത്. അവിടെ നിന്നാണ് കയറി വരുന്ന വണ്ടി. ഉണ്ടോ ഈ താഴേന്ന് ആണ് നമ്മൾ കയറി വന്ന മല. ഇവിടെ കണ്ട എല്ലായിടത്തും വീടുകളാണ്. ആ വഴി കൂടെ കയറി വന്നേ. ഇനി മലയുടെ ഏറ്റവും ടോപ്പിൽ കൂടെ കയറി അങ്ങോട്ട് ഇറങ്ങണം. നമ്മൾ ആ ടൗണിൽ നിന്നാണ് ഫുഡൊക്കെ കഴിച്ച് ഈ മലയിലേക്ക് കയറിയത്. ഇപ്പോൾ നമ്മൾ കാഠ്മണ്ഡുവിൻ്റെ മിഡിലാണ് ആ ടൗൺ കാണുന്നത്. അല്ല, കാഠ്മണ്ഡുവിൻ്റെ അല്ല, നേപ്പാളിൻ്റെ മിഡിൽ. ആ 2-3 മല അപ്പുറമാണ് ചൈന.